എല്ലാവർക്കും നമസ്കാരം. ഈ പ്രാവശ്യം വെള്ളം പൊങ്ങിയപ്പോൾ എറണാകുളത്തുള്ള എൻ്റെ ഒരു സ്നേഹിതം വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് സഹിച്ചേട്ടാ മടുത്തു. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? അദ്ദേഹം പറയാം, പണ്ടൊക്കെ സർക്കാരിൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ വർക്കിൽ 200 രൂപ കമ്മീഷൻ എടുക്കുമായിരുന്നു. അത് എല്ലാവർക്കും അറിയാം, എടുക്കും. കാര്യം നിയമപരമായിട്ട് പറഞ്ഞാൽ അതൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞാലും എടുക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയായിരുന്നു, ഏതെങ്കിലുമൊക്കെ വ്യക്തി. ഇപ്പോൾ അദ്ദേഹം പറയുക, ഇപ്പോൾ 1000 രൂപയുടെ വർക്കിന് 800 രൂപമാരെ എടുക്കുക. 200 രൂപയുടെ പണി പോലും ചെയ്യാത്തതുകൊണ്ടാണ് ഈ വെള്ളം പൊങ്ങിയെന്ന്. ഞാനിത് പറഞ്ഞത് ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനോട് ചേർത്ത് പറയാൻ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുക. ഇടുക്കി ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലമേ ഉള്ളൂ. അതിലൊരു മണ്ഡലത്തിൽ, ഇച്ചിരി വിട്ട് പറയാം, പീരുമേട് മണ്ഡലത്തിൽ ഒരു കലുങ്കിന് ഒരു 15 മീറ്റർ നീളം പോലും ഇല്ല ഒരു ചപ്പാത്ത്. ആ ചപ്പാത്തിൻ്റെ 2 വശവും ഇരുമ്പിൻ്റെ കൈപിടി ഇടുന്നതിന് ഉദ്യോഗസ്ഥന്മാരൊരു എസ്റ്റിമേറ്റ് എടുത്തു വെച്ചു, 22.5 ലക്ഷം രൂപ. 22.5 ലക്ഷം രൂപ ഈ ചപ്പാത്താണേ, ചുമ്മാ ഇങ്ങനെ താന്ന് കിടക്കുന്ന, താഴേന്ന് ഒരാൾ പൊക്കത്തിലേ ഉള്ളൂ ഇതിൻ്റെ ഈ സ്ലാബ്. ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും കൈവരി, ഇരുമ്പിൻ്റെ കൈപിടി, ചുമ്മാ ഇരുമ്പിൻ്റെ പോസ്റ്റ് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് പൈപ്പ് ഇങ്ങനെ വെൽഡ് ചെയ്യുന്നതിന് 22.5 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയ്ക്ക് ആ പണി ഞാൻ ചെയ്യാമായിരുന്നു. 2 ലക്ഷം രൂപയ്ക്ക് ആ പണി ഞാൻ ചെയ്യാമായിരുന്നു. 22.5 ലക്ഷം രൂപയ്ക്ക് എസ്റ്റിമേറ്റ് എടുത്തു. ഇതിനു മുമ്പ് ഇതുപോലെ പൈപ്പ് വെച്ചത്, അത് വെള്ളം പറിച്ചിട്ട് ഈ ചപ്പാത്തായതുകൊണ്ട് ഒറ്റ മഴയ്ക്ക് ഇത് പറിച്ചത് അതിൻ്റെ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർ കുറച്ച് ബോധമുള്ളവരുണ്ടായിരുന്നു, അവർ കയറി ഉടക്കുണ്ടാക്കിയിട്ടും ഈ തുക എത്രയാണെന്ന് ഈ ഉദ്യോഗസ്ഥൻ പറയല. അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയല്ലേ ഇത്ര വിഷമിച്ചത് പറയാതിരിക്കാൻ. സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ വള്ളിച്ചൂരെല്ലാം അടിച്ച് തൊട പൊട്ടിക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഈ തുക എത്രയാണെന്നും ജനം ചോദിച്ചിട്ട് പറയല. ഈ മഷി പുരട്ടുമ്പോൾ മാത്രമല്ല ഇവനെ പേടിക്കേണ്ടതുള്ളൂ, ബാക്കി ഇവനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് ഈ തുക പറയല. അവസാനം മടുത്ത് കഴിഞ്ഞപ്പം എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഇതിൻ്റെ മന്ത്രി മുഹമ്മദ് റിയാസിന് ഒരു മെയിലിൽ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു. ഏതൊക്കെയായാലും രാത്രി തന്നെ മെയിലിൽ പരാതി കൊടുത്തു. പക്ഷേ ഒരു കാര്യം, അന്നേരം ഇടപെട്ടു കേട്ടോ. അതിനകത്ത് മുഹമ്മദ് റിയാസ് അന്നേരം തന്നെ ഇടപെട്ടിട്ട് അവിടുത്തെ MLA വിളിച്ചു. അതെന്നാന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. പടാന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. രസമതല്ല, ഈ MLA വന്നിട്ട് പോലും ഈ ഉദ്യോഗസ്ഥൻ ഈ തുക പറയാൻ തയ്യാറല്ല. അവൻ കിടന്ന് അങ്ങ് ഞെളിവിരി കൊള്ളുക. കാരണം അവൻ്റെ അമ്മാച്ചന് കൊടുക്കാൻ വേണ്ടി അവന് ഒപ്പിച്ച് വെച്ചിരിക്കുക ഇടപാട്. ആദ്യത്തെ മഴയ്ക്ക് ഇത് പോവും, ഈ പൈപ്പ് പോവും. അവനറിയാം ഈ പൈപ്പ് പോയാലും പേടിക്കാനൊന്നുമില്ല. ആദ്യത്തെ മഴയ്ക്ക് ഇത് പോയി കഴിഞ്ഞാൽ പ്രശ്നം തീരും. 2 ലക്ഷം രൂപയ്ക്ക് ഈ പരിപാടി തീരും. ബാക്കി എന്നതേലും പോയിട്ട് ബാക്കി 10-20 ലക്ഷം രൂപ വീതിക്കാം. ഈ MLA വന്നിട്ട് പോലും, MLA സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. MLA പറഞ്ഞു, ഈ കളി നടക്കുകയില്ലെന്ന് പറഞ്ഞു. എത്രയുണ്ട് തുകയെന്ന് ചോദിച്ചു. എന്നിട്ട് ഇവന്മാർ പറയല. ഇവന്മാർ കിടന്നങ്ങ് ഞെളിവിരി കൊള്ളുക. 2 ലക്ഷം രൂപേൻ്റെ ആ പണി ഞാൻ ചെയ്യാം. അതാണ് 22.5 ലക്ഷം രൂപയുടെ ബില്ല് എഴുതി വച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ സർക്കാർ വർക്കുകളുടെ എസ്റ്റിമേറ്റ്, സർക്കാർ വർക്കുകളുടെ ബില്ല്, സർക്കാർ വർക്കുകളുടെ ഫൈനൽ സെറ്റിൽമെൻറ്റ് തുക കൃത്യമായിട്ടും ഹൈക്കോടതി പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു നല്ലൊരു ഉത്തരവാദിത്തമുള്ള ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഇത് ചെക്ക് ചെയ്യാമെങ്കിൽ കേരളത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പോയ തുക എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ ഇതിനൊക്കെ? ഈ ഇടുന്ന എസ്റ്റിമേറ്റ് എത്രയാണ്, പിന്നീട് അവിടെ മാന്തി ഇവിടെ മാന്തി എന്ന് പറഞ്ഞ് ഇവന്മാർ എന്തേരം ബില്ല് കൊടുക്കുന്നു, ഈ താഴെ പോയതൊക്കെ പിന്നെയും ചെയ്യിപ്പിക്കുന്നതിൻ്റെ പൈസ എത്ര, ഇത് വല്ലതും ചെയ്യുന്നുണ്ടോ? പക്ഷേ ആ MLA ഒരു മാന്യനായതുകൊണ്ട് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് കണ്ടുകൊണ്ട് അയാൾ ചോദിച്ചത് എത്ര രൂപയുടെ ആയത്. അപ്പോഴും ഉദ്യോഗസ്ഥൻ അവിടെ കിടന്ന് ഉരുളുക. ആ ഉദ്യോഗസ്ഥനെയൊക്കെ അവനൊക്കെ ഇന്നലെ വരെ എടുത്ത മുഴുവൻ എസ്റ്റിമേറ്റുകളും തപ്പിയാൽ സത്യം പറഞ്ഞാൽ ഈ പീരുമേട് മണ്ഡലത്തിലെ ഒരു പഞ്ചായത്ത് മേടിക്കാനുള്ളത് അവൻ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കും. ജനമെല്ലാം കൂടെ ഇളകി മന്ത്രിക്ക് പരാതി കൊടുത്തു. എന്താണെങ്കിലും ഓർക്കണം കേട്ടോ, അത് മാന്യമായിട്ട് മന്ത്രി അതിനകത്ത് ഇടപെട്ടു. മെയിൽ ചെന്നു 2-3 മണിക്കൂറിനുള്ളിൽ മന്ത്രി ഇടപെട്ടു. MLA വിളിച്ചു പറഞ്ഞു. MLA ഒത്തിരി താമസിച്ചില്ല, പഠനം തന്നെ വന്നു. ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വിളിച്ചു വരുത്തി. അപ്പം വന്നപ്പം ഇതിന് മുമ്പ് വെച്ച കൈവരി അപ്പുറത്തിരിപ്പുണ്ട്, വെള്ളം പറിച്ച് കളഞ്ഞത്. ഈ കൊല്ലം ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ 2 ആൾ പൊക്കത്തി 1.5 ആൾ പൊക്കത്തി വെള്ളം പോയി. അല്ലെങ്കിൽ അങ്ങനെ വെള്ളം പോകുന്ന ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഉടക്കായി വഴക്കായി വയ്യാവേലിയായി.
ലാസ്റ്റ് കൈവരി നിർമ്മാണം വേണ്ടെന്ന് വെച്ചു. എന്നിട്ടിപ്പോൾ ഒരു പുതിയ പദ്ധതി ഇട്ടു, പാലം പണിയാം. ആ പാലത്തിൻ്റെ എസ്റ്റിമേറ്റ് എത്രയാണെന്ന് അറിഞ്ഞില്ല. പാലത്തിൻ്റെ എസ്റ്റിമേറ്റ് നാട്ടുകാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 3 കോടി രൂപയാണ്. അപ്പോൾ ആദ്യമേ ഇതിൻ്റെ പുറകെ ഉടക്കുമായിട്ട് പോയിട്ടുള്ള നാട്ടുകാരൻ പറഞ്ഞു, എൻ്റെ പൊന്നു സ്നേഹിത, എന്തിനായി 3 കോടി എന്ന് അറിയത്തില്ല, ഒരു 75 ലക്ഷം രൂപയോ 80 ലക്ഷം രൂപയോ ഉണ്ടേ പണിയാം, എന്തിനാ 3 കോടി എന്ന് അറിയത്തില്ല. ഇനി ഔദ്യോഗികമായിട്ട് 3 കോടി ആണോ എന്ന് എനിക്കറിയില്ല. ഞാനും ഇതിൻ്റെ പുറകെ, സമരത്തിൻ്റെ പുറകെ നിന്ന ഒരു മാന്യനായ മനുഷ്യനുമായി ഞാൻ ഈ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹമായി ഈ വീഡിയോ എല്ലാം കാണിച്ചു തരുന്നത്. ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കൊള്ളരുതായികകൾ, അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി ഞാനിത് അങ്ങോട്ട് വെക്കുക. നമ്മുടെ സംസ്ഥാനം ഇങ്ങനെ ദരിദ്രമാകുന്നത് നമ്മുടെ ജനത്തിൻ്റെ 10% താഴെയുള്ള രാഷ്ട്രീയക്കാരും ഈ ഉദ്യോഗസ്ഥന്മാരും ഇവരുടെ കൊള്ളരുതായികയും കൂടെ ആയതുകൊണ്ടാണ്. ഈ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ സംസ്ഥാനം പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. എത്ര തൻ്റെ ഇടമുള്ള മുഖ്യമന്ത്രിയാണേലും ഈ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ല. 2 ലക്ഷം രൂപയ്ക്ക് പണിയ ഒരു 15 മീറ്റർ നീളമില്ല, 15 മീറ്ററോ 20 മീറ്ററോ നീളത്തിൽ ഒരു 6 പൈപ്പ് ഇങ്ങനെ പൊക്കത്തിൽ ഒരു 2 മീറ്റർ അകലത്തിൽ കാലും കൊടുത്ത് വെൽഡ് ചെയ്താൽ അതിനുള്ള സംവിധാനത്തിന് ഇനി അത് പൈപ്പ് ഉറപ്പിക്കാൻ താഴെ 2 ബീമും കൂടെ വാർത്താൽ പോലും 2 ലക്ഷം രൂപയ്ക്ക് താഴെ തുകയെ വരുള്ളൂ. മലയാളി തന്നെ പൊട്ടനാണോ? സത്യം പറഞ്ഞാൽ ഇത് കൂട്ട് ഉദ്യോഗസ്ഥന്മാർ റോഡ് പണിക്കും ഈ ഒരു കലുങ്കിന് 2 ലക്ഷം രൂപയ്ക്ക് കൈവരി ഇടാവുന്നതിന് ഈ 22.5 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് എടുത്തെങ്കിൽ, നാട്ടുകാർ തടഞ്ഞില്ലെങ്കിൽ, ഈ പരാതി കൊടുത്തില്ലെങ്കിൽ, ഈ പരാതി മന്ത്രി കണ്ടില്ലെങ്കിൽ, അന്വേഷിക്കാൻ ഓർഡർ കൊടുത്തില്ലെങ്കിൽ, ആ MLA അതിനകത്ത് വന്നിട്ട് എനിക്കൂടെ വീതം തന്നേച്ചാൽ മതി എന്നും പറഞ്ഞ് ഒതുക്കത്തി പൊക്കിയായിരുന്നെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്ന ആ മനുഷ്യനല്ലാതെ വേറെ വല്ലവരും ആയിരുന്നേ പറഞ്ഞാൽ എനിക്കുള്ളതെങ്കിൽ തന്നേച്ചാൽ മതി, എന്നതിലും കാണിക്കും, ഇച്ചിരി കൂടെ കയറ്റി വെച്ചോന്ന് പറഞ്ഞേനെ. സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ മഞ്ഞനാ. അവസാനം ആ പരിപാടിയെ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ അതിലും വലിയ പരിപാടിയായിട്ടാണ് വന്നിട്ടിരിക്കുന്നത്. ആ പാലത്തിനൊക്കെ ആ MLAക്കും അറിയാം, മന്ത്രിക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം എവിടുത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ പാലമൊക്കെ അടിയന്തരമായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് വ്യക്തമായ നടപടികൾ എടുക്കണം. മാത്രമല്ല, മുന്നോട്ട് ഈ കഴിഞ്ഞ ഒരു 5 കൊല്ലം കൊണ്ടോ 8 കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 2 ഭരണകാലത്ത് ഈ ഉദ്യോഗസ്ഥന്മാർ കാണിച്ച കൊള്ളകൾ, ഇവരെടുത്ത എസ്റ്റിമേറ്റുകൾ, അതിനുശേഷം ആ നടന്നത്, ഇത് രണ്ടും കൂടെ ടാലി ചെയ്തിട്ട് ഇതിൻ്റെ പുറകിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ കണ്ടുപിടിച്ച് പിരിച്ചു വിട്ടിട്ട് ഈ നാട്ടിൽ പണിയില്ലാതെ നടക്കുന്ന സാധാരണക്കാരായ മര്യാദക്കാരായ പിള്ളേർക്ക് ഈ ജോലി കൊടുത്ത് ഈ നാടിനെ വലിയ തകർച്ചയിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.